ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ പുതിയ ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുന്നതിൻ്റെ എണ്ണം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇലക്ട്രിക് വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഹൈബ്രിഡ് അത്യാവശ്യം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ കിയ രണ്ട് പുതിയ ടീസേഴ്സാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അവർ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ ബോൺ ഇലക്ട്രിക് വെഹിക്കിൾ ഈ രണ്ട് വണ്ടികൾ, അതായത് ബേസിക്കലി ഹൈബ്രിഡ് വണ്ടികളും ഇലക്ട്രിക് വണ്ടികളും ഓരോന്ന് വെച്ചിട്ട് ഇറക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഏതാണ് എന്തൊക്കെയാണ് വണ്ടികൾ എന്നുള്ളതൊക്കെ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട്. സോ അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ അവരുടെ ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത് സെറോസ് EV ആണ്. സെറോസ് ഇറക്കുന്ന സമയത്ത് തന്നെ അതായത് പെട്രോൾ ഡീസൽ വണ്ടി ഇറക്കുന്ന സമയത്ത് തന്നെ അത് ശരിക്കും ഇലക്ട്രിക്കിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു വണ്ടി എന്നുള്ള രീതിയിലാണ് ആദ്യം മറ്റത് ഇറങ്ങിയത്. ചിലപ്പോൾ അവർ ആദ്യം മറ്റേ ഇറക്കിയിട്ട് ചിലപ്പോൾ ഇതിനെങ്ങനെ നല്ല സെയിൽ കിട്ടിയാലോ എന്ന് വിചാരിച്ചായിരിക്കും ഇറങ്ങിയത്. പക്ഷേ കുറച്ച് വിയേർഡ് ലുക്ക് ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വാങ്ങിയില്ല. ഓവറോൾ വണ്ടിയുടെ സെയിലും കുറച്ചധികം മോശമായിരുന്നു. അതായത് ഒരു 1000-ന് താഴെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വണ്ടിയുടെ മിക്ക മാസത്തെയും സെയിൽ. ചിലപ്പോൾ ഒരു 1500-ൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ സോണറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും 6000-8000 ഇടയിൽ സെയിലുണ്ട്. ചില മാസങ്ങളിലൊക്കെ 10,000 വരെയൊക്കെ കയറി പോകാറുണ്ട്. അത്ര ഒന്നും ഡെഫിനറ്റ്ലി മറ്റേ സെറോസിന് സെയിലില്ല. എന്തായാലും നമുക്കതിൻ്റെ ഇലക്ട്രിക് വേർഷൻ കുറച്ച് കാലമായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ടീസ് ചെയ്തിരിക്കുന്ന വണ്ടിയും ഉറപ്പായിട്ടും ഇത് തന്നെയായിരിക്കും. കാരണം കേടിന് പുതിയ വേറെ ഇലക്ട്രിക് വണ്ടിയൊന്നും വരാനില്ല. ഓൾറെഡി ഈ സെറോസ് EV ഈ വർഷം വരും എന്നുള്ള റൂമേഴ്സും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാറ്ററി പാക്ക് കപ്പാസിറ്റി ഏതാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഇൻസ്റ്റർ EVയിലൊക്കെ ഇൻ്റർനാഷണലി വരുന്ന സിമിലർ ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരിപ്പം വേറെ മെയിൻ സ്ട്രീം ഇലക്ട്രിക് വണ്ടികൾ നമ്മുടെ EV6, EV9 അങ്ങനത്തെ വണ്ടികളൊന്നും അല്ലാണ്ട് വേറൊന്നും പ്രത്യേകിച്ച് ഇറക്കിയിട്ടില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 45-55 kWh ഇടയിലൊക്കെ ആയിട്ട് വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റി എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഡിസൈനിലാണെങ്കിലും കുറച്ച് ചെറിയ ചേഞ്ചസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇവർ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഓൾറെഡി വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു EV സെൻട്രിക് ഡിസൈൻ പോലെ ഉണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ടിലെല്ലാം ക്ലോസ്ഡ് ഓഫ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് കവർ ചെയ്യാൻ ഗ്രില്ലും സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ടോപ്പ് പോർഷനിലില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ വേറെ കുഴപ്പമില്ല. ഇനി ഇൻറ്റീരിയറിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ EV സെൻട്രിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് നമുക്ക് കുറച്ചുകൂടി യൂസബിലിറ്റി UI ഒക്കെ ഇലക്ട്രിക് സെൻട്രിക് ആക്കുക, അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ സെറോസ് ഓൾറെഡി വളരെ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. 12.3 ഇഞ്ചസിന് 3 സ്ക്രീൻ, 5 ഇഞ്ചിൻ്റെ നമ്മുടെ ഒരു AC കൺട്രോൾ ചെയ്യുന്ന ഡിസ്പ്ലേ, പിന്നെ ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്, ബാക്കിൽ ബേസിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ പാനോറാമിക് സൺറൂഫ് ആയിക്കോട്ടെ, വയർലെസ് ചാർജർ ആയിക്കോട്ടെ, നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ സെഗ്മെൻറ്റിലുള്ളതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഈ വണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഇവരുടെ തന്നെ ക്ലാവിസ് EV ഉണ്ട്. ഞാൻ നേരത്തെ എന്ത് പറഞ്ഞപ്പം പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. നമുക്ക് ക്രെറ്റ EV, ക്ലാവിസ് EV ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്താലും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ട് കൺഫിഗറേഷനിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ വണ്ടിയും റിയർ വീൽ ഡ്രൈവ് ആയിട്ട് ഇപ്പോഴത്തെ വണ്ടികൾ കിട്ടുന്ന പോലെ എന്തായാലും കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട. ഫ്രണ്ട് വീൽ ഡ്രൈവ് തന്നെയായിരിക്കും. പിന്നെ നമുക്കിപ്പോൾ ക്ലാവിസ് EV, ക്രെറ്റ EV ഇതിനകത്ത് വരുന്ന ബാറ്ററി പാക്ക് ഒക്കെ ആണെങ്കിലും 42 kWh 51.4 kWh ഒക്കെയാണ്. സോ സെയിം ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു കപ്പാസിറ്റി ആയിരിക്കും. ഈ ഹ്യുണ്ടായുടെയും കിയയുടെ ഇലക്ട്രിക് വണ്ടികൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എഫിഷ്യൻസി ബെറ്റർ ആണ്. അത് നമുക്ക് എത്ര കിലോമീറ്റർ ഒരു വാട്ട് അവർ ഓടും എന്നുള്ള കണക്കെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അത് ചിലപ്പോൾ NMC ടെക്നോളജിയുടെ ആവാം. പക്ഷേ എന്തായാലും ബാക്കി വണ്ടികൾക്കൊക്കെ വലിയ ബാറ്ററി ഉണ്ടെങ്കിലും ഇതിന് ഓൾമോസ്റ്റ് അതിൻ്റെയൊക്കെ അടുത്തായിട്ട് നമ്മുടെ ഓവറോൾ റേഞ്ച് അച്ചീവ് ചെയ്യാൻ ആ ഒരു നല്ല ബെറ്റർ എഫിഷ്യൻസി കാരണം പറ്റുന്നുണ്ട്. എന്തായാലും ഈ വണ്ടിയുടെ കേസിൽ നമുക്ക് അത് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇലക്ട്രിക് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഹൈബ്രിഡ് വണ്ടി ഏതാണ്? സെൽറ്റോസ് ഹൈബ്രിഡ് ആണോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നമ്മുടെ സൊറൻറ്റോ ഹൈബ്രിഡ് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൊത്തം അവർ ക്യാമോഫ്ലാജ് ഒക്കെ ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് എസെൻഷ്യലി ഒരു ഇമ്പോർട്ട് വണ്ടിയായിട്ടായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ഇതിന് മുന്നേയുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇമ്പോർട്ട് വണ്ടികളൊന്നും അങ്ങനെ, അതായത് ഇവിടെ ജസ്റ്റ് CB ആയിട്ട് കൊണ്ടുവരുന്നു വിൽക്കുന്നു, അത്തരത്തിലുള്ള വണ്ടികളൊന്നും ഇങ്ങനെ ഫുൾ ക്യാമോഫ്ലാജിൽ ആരും ടെസ്റ്റ് ചെയ്യാറില്ല. ജസ്റ്റ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഇത്തിരി ഒന്ന് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് നിർത്തും, അങ്ങനത്തെ പരിപാടിയായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഫുൾ ക്യാമോഫ്ലാജ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെ CKD ആയിട്ടായിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് വരുന്ന ഹൈബ്രിഡ് പവർട്ടൻ ആണെങ്കിൽ പോലും ഇൻ്റർനാഷണൽ 1.6 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡാണ് അവർ ഇതിൽ ഉപയോഗിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു സോളിഡ് ടെക്നോളജിയാണ്. പക്ഷേ നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഡൗൺ സൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ 1.5 ലിറ്റർ എഞ്ചിൻ, നമ്മുടെ സെൽറ്റോസ്, ക്രെറ്റ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം ഈ വണ്ടിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ കറക്റ്റ് അത് എത്രമാത്രം ഉറപ്പാണെന്നുള്ള സംഭവം അറിയില്ല. പക്ഷേ എന്തായാലും റൂമേഴ്സാണ്. മിക്കവാറും 1.6 തന്നെ ആയിരിക്കും. കാരണം അവർക്ക് ഇവിടെ ഇറക്കാൻ കുറച്ചുകൂടി എളുപ്പം അതാണ്. എന്തായാലും ഹ്യുണ്ടായും കിയയും ഈ രണ്ട് കമ്പനികളും 1.2 അല്ലെങ്കിൽ 1.5 എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം ഇന്ത്യക്ക് വേണ്ടി ലോക്കലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള റൂമർ എന്തായാലും ഉണ്ടായിരുന്നു. നമ്മുടെ ക്രെറ്റ, സെൽറ്റോസ് ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ഹൈബ്രിഡ് പവർട്ടൻ വരും എന്നും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ 1.5 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണെങ്കിൽ ഈ വണ്ടിയിൽ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് അത്യാവശ്യം നല്ല വലിയ സൈസുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4.7 മീറ്റേഴ്സിന്
മുകളിലൊക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. അത്യാവശ്യം വിട്ടും പിന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. കേട വണ്ടിയാണല്ലോ, നമ്മൾ ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് വണ്ടിയുടെ പേര് വെച്ച് നമ്മുടെ ഇതടിച്ചാൽ മതി. ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഓർത്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ 1.6 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 230 ഹോഴ്സ് പവറും 350 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ കൂടിയാണ് വരുന്നത്. അത്രയൊക്കെ പവർ ധാരാളം മതി. 1.5ൻ്റെ ബാറ്ററി റെസിസ്റ്റൻസിൻ്റെ കൂടെ അവർക്ക് എത്രമാത്രം പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് അല്ല, ഇതിൻ്റെ താഴത്തെ നമ്മുടെ ഹൈ റൈഡറൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ TNGA സീരീസ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇത്. പക്ഷേ അതിലും കുറച്ചുകൂടി മുകളിലത്തെ സെഗ്മെൻറ്റിലുള്ള വണ്ടി ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതൽ ഉറപ്പായിട്ടും ആവശ്യം വന്നേക്കാം. ആൻഡ് ഇത് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 7X അതുപോലെ സഫാരി, ഹെക്ടർ ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ ഒരു സൈസിലായിട്ടാണ് വരുന്നത്. കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിവിടെ കംപ്ലീറ്റ്ലി ലോക്കൽ അസംബ്ലി ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 30 to 40 lakhs ഇടയിലൊക്കെ ടെക്സ്ചർ പ്രൈസ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഓൺ റോഡ് എങ്ങനെയായാലും ഒരു 35 to 45 അകത്തായിട്ട് കിട്ടുമായിരിക്കും. സ്റ്റിൽ ഇതിൻ്റെ സൈസും ഫീച്ചേഴ്സും സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ട് നമുക്ക് പറയാം. അത് അല്ലാതെ ഈ ഡബിൾ പ്രൈസിൽ കൊണ്ട് ഇറക്കുന്നില്ല. 60 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങേണ്ട അവസ്ഥ ഏതായാലും ഈ വണ്ടിയുടെ കേസിൽ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടികളെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. ഇവർ ഈ വണ്ടിയിലൊക്കെ TC ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അധികം ലേറ്റ് ആക്കാതെ തന്നെ ഇറക്കുമായിരിക്കും. എനിവേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.